നമ്മുടെ ഈ ആനക്കുട്ടിയെ മയക്കുവെടി വെച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നു. കരിക്കൊട്ടക്കരയിലെ അവിടെ കാട്ടാനെ വെടി വെച്ചിട്ടുണ്ട്, മയക്കുവെടി ഏറ്റിട്ടുണ്ട്. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയം മുമ്പാണ് വയനാട്ടിൽ നിന്ന് സംഘം എത്തിയത്. ഡോക്ടർ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും ആനയെ മയക്കുവെടി വെക്കുകയും ചെയ്തു. അതിനെ മയക്കുവെടി വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ആന നിലയുറപ്പിച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ഡോക്ടർ അജീഷ് മോഹൻദാസിനും സംഘത്തിനും അവരുടെ ജോലി ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആന മയക്കുവെടി ഏറ്റ ശേഷം നിൽക്കുകയാണ്. അതിനെ അല്പസമയത്തിനകം അതിനെ അവിടെ ഒന്ന് കൊണ്ടുപോകാനുള്ള വാഹനമൊക്കെ നേരത്തെ തന്നെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും എന്നാണ് കരുതുന്നത്. ഡോക്ടർ അജീഷ് മോഹൻദാസിന്റെ പേര് നമ്മൾ പുതിയതായി കേൾക്കുന്നതാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ആനയ്ക്ക് മയക്കൂട് വെക്കുന്ന ഡോക്ടർ അരുൺ സക്കറി ആയിരുന്നു. ഇപ്പൊ ഡോക്ടർ അജീഷ് മോഹൻദാസ് എന്ന പുതിയൊരു പേര്. അല്ല, വെടിയേറ്റ ആന ഓടുകയാണ്. ബമ്പോ മാറി ക്യാമറ. അതിന് വെടിയേറ്റ ശേഷവും അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വെടിയേറ്റ് ഡാർട്ട് വെടിയേറ്റ ഡാർട്ട് അതിന്റെ പിന്നിൽ കുത്തിരിക്കുന്ന പ്രേക്ഷകർ കാണുന്നുണ്ട്. അരുണ, ഇതിനെ എത്ര സമയമായി മയക്കുവെടി ഏറ്റിട്ട്? ഇപ്പോഴും അത് ആളുകളെ ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നന്നേ അവശനാണ് എന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അപ്പോൾ ഇതിനെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട് ഇതിനോടകമെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് സുരക്ഷിതരായി എല്ലാവരും മാറി നിന്ന് വേണം ഈ വിവരങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടത്. കാരണം അത് ഏത് അവർക്ക് അത്ര ഭയമില്ല. എന്തായാലും ഒന്ന് പൂപ്പറമ്പ ഒന്ന് ശ്രദ്ധിച്ചോളൂ അല്ലേ? ക്യാമറമാൻ പ്രത്യേകിച്ചു ക്യാമറ ഇങ്ങനെ നന്നായിട്ട് സൂം ചെയ്തൊക്കെ വരുമ്പോഴേ ആന വന്ന് കയറിയാൽ ഓക്കെ. അരുണ, തുടരാം. വിജയകുമാർ, നമ്മൾ ഇപ്പോൾ കൃത്യമായി വനംവകുപ്പ് പറഞ്ഞ ആ നിർദ്ദേശപ്രകാരമുള്ള സ്ഥലത്ത് നിന്നാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത്. എന്തായാലും ആ സുരക്ഷ എന്തായാലും നാട്ടുകാരെയും അതേ രീതിയിൽ തന്നെയാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒന്നാം റൗണ്ട് മയക്കുവെടി വെച്ചു കഴിഞ്ഞു. ഡോക്ടർ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിൽ നിന്നെത്തി. വളരെ വൈകാതെ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ അത്തരം നടപടിയിലേക്ക് കടന്നു. ആ മയക്കുവെടി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ. ആന പക്ഷേ ഇതുവരെ മയങ്ങിയില്ല. ഈ മയക്കുവെടി വെച്ചതിന് ശേഷവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ചുറ്റും അവരൊരു കൃത്യമായ നിരീക്ഷണമുണ്ട്. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. മയക്കുവെടി വച്ചതിന് ശേഷവും ഇതുവരെ ആനക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചതായി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല. പക്ഷേ അതിന് അല്പം സമയമെടുക്കും. അതിൻ്റെ ഒരു മയക്കുവെടി വെച്ചതിന് ശേഷം അത് മയങ്ങാൻ അല്പം സമയം എന്തായാലും എടുക്കും. അപ്പോൾ അത് മയങ്ങും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ രണ്ടാമതും മയക്കുവെടി വെക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു മയക്കുവെടി വെച്ച്. അതിനുശേഷവും ആന ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നേരെ പാഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ആദ്യം മയക്കുവെടി വെച്ച സ്ഥലത്ത് നിന്ന് അല്പം മാറിയാണ് ഇപ്പോൾ ആന നിൽക്കുകയും ചെയ്യുന്നത്. ഇതൊരു വീടിന് തൊട്ട് സമീപമുള്ള സ്ഥലമാണ്. അവിടെ മയക്കുവെടി വെച്ച സ്ഥലത്തും അതിൻ്റെ ചുറ്റുപാടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. കൃത്യമായി കയറും വടമൊക്കെ കെട്ടി നാട്ടുകാരെയും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആന എന്തെങ്കിലും ഒരു വയലൻ്റ് ആയാൽ തന്നെ അവിടെ അങ്ങനെ ഒരു സുരക്ഷാ പ്രശ്നം നിലവിൽ എന്തായാലും ഇല്ല. ഈ ആനക്ക് കൃത്യമായി ചികിത്സ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ ആനയുടെ ആരോഗ്യ സ്ഥിതി അത്രത്തോളം മോശമാണെന്ന് നേരത്തെ തന്നെ വനംവകുപ്പിൻ്റെ ACF ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വെച്ച് അത് എങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അരുണ, ഇത് ആന ഓടുന്നത് അധികം ഓടുന്നില്ല, കുറച്ചോടിയത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആന ഇനി അധിക സമയം മയങ്ങാൻ ഉടൻ തന്നെ മയങ്ങുകയും ചെയ്യും. ഇനിയിപ്പോൾ അടുത്തത് ചികിത്സ നൽകാനുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. എങ്ങോട്ടാണ് കൊണ്ടുപോവുക? താടിയലിൻ്റെ പൊട്ടലിനടക്കമുള്ള ചികിത്സ ഏത് രീതിയിലാകും അരുൺ? അഷ്മി, ആന രാവിലെ മുതലേ ഇവിടെ ഈ ജനവാസ മേഖലയിലെ പലയിടങ്ങളിൽ ഉണ്ടായെങ്കിൽ പോലും അത് ദൂരെ ഒന്നും പോയിട്ടില്ല. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ ചുറ്റളവിൽ മാത്രമേ അത് അല്പം ഒന്ന് ഓടിയാൽ തന്നെ പോയിട്ടുള്ളൂ. അതായത് രാവിലെ മുതലേ ആന അല്പം അങ്ങോട്ടൊക്കെ മാറിയും അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവരുടെ നേരെ പാഞ്ഞെടുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ദൂരെയൊന്നും ഓടാനുള്ള കെൽപ്പ് എന്തായാലും ഈ ആനക്കില്ല. അതിൽ ആരോഗ്യസ്ഥിതി അത് നേരത്തെ ഈ വനമേഖലയിലേക്ക് തുരത്താൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു ശ്രമം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ നിലവിലെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഈ ആറളം വനമേഖലയിലേക്ക് ഇതിനെത്തിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന വിലയിരുത്തലിലേക്ക് പിന്നീട് എത്തി. അങ്ങനെയാണ് പിന്നീട് ഇതിന് കൃത്യമായി ചികിത്സ നൽകണം. ആ ചികിത്സ നൽകണമെങ്കിൽ ഇവിടെ നിന്ന് വയനാട്ടിൽ
വയനാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ മയക്കുവെടി വെക്കാതെ അത് സാധ്യമാവില്ല എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങനെ അവർ ഇവിടെ എത്തി ഒരു പരിശോധന നടത്തിയതിന് ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് വയനാട്ടിൽ നിന്നുള്ള അജീഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയത്. അവരെത്തിയതിന് ശേഷം ഇപ്പോൾ മയക്കുവെടി വെച്ചു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ മയക്കുവെടി വെച്ച് ആന ഇപ്പോൾ ആദ്യം അല്പം ഒന്ന് മൂവ് ചെയ്തിരുന്നു, ഉദ്യോഗസ്ഥരുള്ള ഭാഗത്തേക്കൊക്കെ ഒന്ന് മൂവ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അത് മയങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.